بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. ما بعد. قال الإمام السعدي رحمه الله في جوامع الأخبار: الحديث السادس عشر عن أبي سرمة رضي الله عنه قال قال رسول الله صلى الله عليه وسلم: من ضار ضار الله به ومن شاق شاق الله عليه. رواه الترمذي وابن ماجه. 16-ാമത്തെ ഹദീസ്. അബൂ സിർമത റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ ضار ضار الله به. ആരൊരുവനെ ഉപദ്രവിക്കുന്നുവോ അവനെ അല്ലാഹു തആല ഉപദ്രവിക്കും. വമൻ ഷാഖ, ആരൊരുവനെ ബുദ്ധിമുട്ടിക്കുന്നുവോ പ്രയാസപ്പെടുത്തുന്നുവോ ഷാഖല്ലാഹു അലൈഹി, അവൻ അല്ലാഹു തആല അവന്റെ മേലെ പ്രയാസമുണ്ടാക്കും. الحديث ثابت بشواهده إلا أنه من حديث أبي سرمة رضي الله عنه وليس من حديث أبي هريرة. ചില കിതാബിൽ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ടും കൊടുത്തിട്ടുള്ളത്, പക്ഷെ അത് ശരിയല്ല, തെറ്റാണ്. അബൂ സിർമ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അബൂ സിർമ റളിയല്ലാഹു അൻഹു. ഇമാം തിർമിദി അതുപോലെ ഇബ്നു മാജ അവർ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അബൂ സിർമ റളിയല്ലാഹു അൻഹുവിന്റെ പേരെന്താണെന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാര് ഖിലാഫിലാണ്. അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയാണ്. അതിനുശേഷമുള്ള യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. വഹാദൽ ഹദീസു ഹദീസുൻ ഹസൻ, ഹസനായിട്ടുള്ള ഹദീസാണിത്. ഇപ്പൊ വേറൊരു റിവായത്തിൽ വന്നിട്ടുള്ളത്: മൻ ضار മുസ്ലിമൻ ضارഹുല്ലാഹ്. ആരെങ്കിലും ഒരു മുസ്ലിമിനെ ദ്രോഹിച്ചാൽ അവനെ അല്ലാഹു തആല ദ്രോഹിക്കും. വമൻ ഷാഖ മുസ്ലിമൻ, ആരെങ്കിലും ഒരു മുസ്ലിമിനെ ബുദ്ധിമുട്ടാക്കിയാൽ ഷഖല്ലാഹു അലൈഹി, അല്ലാഹു തആല അവനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അവന്റെ മേലെ പ്രയാസമുണ്ടാക്കും. വഹാദൽ ഹദീസു ദല്ല അലാ അസ്ലൈൻ മിൻ ഉസൂലി ശരിയ. ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട രണ്ട് അസ്ലുകളാണ് ഈ ഹദീസിലും സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ അസ്ലാണ് അൽ-അസ്ലുൽ അവ്വൽ അന്നൽ ജസാഉ ഔ അന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ ഫിൽ ഖൈരി വശർ. അന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ ഫിൽ ഖൈരി വശർ. അതായത് പ്രതിഫലം എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന അമലിന്റെ ഇനം ഏതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരുവൻ ഖൈർ പ്രവർത്തിച്ചാൽ അവന് ഖൈറായിരിക്കും പ്രതിഫലം. അവൻ ഷർറാണ് പ്രവർത്തിക്കുന്നെങ്കിൽ അവന് ഷർറായിരിക്കും പ്രതിഫലം. അതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. അൽ-അസ്ലുൽ അവ്വൽ അന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ ഫിൽ ഖൈരി വശർ. വഹാദാ മിൻ ഹിക്മത്തില്ലാഹി സുബ്ഹാനഹു വതആല. അല്ലാഹു തആലയുടെ മഹത്തായ ഹിക്മത്തിൽപ്പെട്ടതാണ് ഖൈർ പ്രവർത്തിച്ചവന് ഖൈർ പ്രതിഫലം നൽകലും ഷർറ് പ്രവർത്തിച്ചവന് ഷർറ് പ്രതിഫലം നൽകുക എന്നുള്ളത്. ഫകമാ അന്ന മൻ അമില മാ യുഹിബ്ബുഹുല്ലാഹ് അഹബ്ബഹുല്ലാഹ്. ഏതുപോലെയാണ് അല്ലാഹു തആലക്ക് ഇഷ്ടമുള്ള അമലുകൾ പ്രവർത്തിച്ചവനെ അല്ലാഹു തആല ഇഷ്ടപ്പെടും. വമൻ അമില മാ യുബ്ഗിദുഹുല്ലാഹ് അബ്ഗദഹുല്ലാഹു ജല്ല വഅല. അല്ലാഹു തആലക്ക് വെറുപ്പുള്ള കാര്യം പ്രവർത്തിച്ചവനെ അല്ലാഹു തആലയും വെറുക്കും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. وهكذا من يسر على مسلم يسر الله عليه في الدنيا والآخرة.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് ഒരു മുസ്ലിമിന് എളുപ്പമുണ്ടാക്കുന്നത് അവന് അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും എളുപ്പമാക്കി കൊടുക്കും. മൻ യസ്സറ അലാ മുസ്ലിമിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ. മൻ ഫറജ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ ഫറജല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ആരാണ് ഒരു മുഅ്മിനിന്റെ ദുനിയാവിലുള്ള പ്രയാസങ്ങളിൽ നിന്നൊരു പ്രയാസത്തെ, ആ പ്രയാസത്തിന് ആശ്വാസം നൽകുന്നത് ആരാണോ ആ മുഅ്മിനിന് അല്ലാഹു തആല ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങളിൽ നിന്നുള്ള പ്രയാസത്തെ അവന് നീക്കിക്കൊടുക്കും. അതിൽ നിന്ന് അല്ലാഹു തആല അവന് ആശ്വാസം നൽകും. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളാണ്. ഫൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. അമലിന്റെ ഇനം ഏതാണ്, ഏത് തരത്തിലുള്ള അമലാണ് എന്നതിനനുസരിച്ചാണ് പ്രതിഫലം. ഇതാണ് ഒന്നാമത്തെ അസ്ൽ. അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് അൽ അസ്ലു സാനി മന അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദറർ വൽ മുദാറ ലാ ദററ വലാ ദിറാർ. രണ്ടാമത്തെ അസ്ൽ എന്താണ്? രണ്ടാമത്തെ അസ്ൽ ദറർ പാടില്ല, ദിറാറും പാടില്ല, ഉപദ്രവവും പാടില്ല, ഉപദ്രവിക്കപ്പെടാനും പാടില്ല. അതാണ് രണ്ടാമത്തെ അസ്ൽ. അത് ഇസ്ലാം വിരോധിച്ചതാണ്. ഒരു വ്യക്തി മറ്റൊരുവനെ ഉപദ്രവിക്കാൻ പാടില്ല, അതുപോലെ ഒരാളും ഉപദ്രവിക്കപ്പെടാനും പാടില്ല, സ്വന്തം നഫ്സിന് മേലെ ഉപദ്രവം ചെയ്യാനും പാടില്ല. ഈ രണ്ട് അസ്ലുകളാണ് ഈ ഹദീസിൽ അടങ്ങിയിട്ടുള്ളത്. എന്താണ് ദറർ എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ ഉപദ്രവം അല്ലെങ്കിൽ ദ്രോഹം എന്ന് പറയുന്നത് എന്താണ്? ദറർ. കമാ ഖാല അഹ്ലുൽ ഇൽം യർജിഉ ഇലാ അഹദി അംറൈൻ. അത് രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്കാണ് മടങ്ങുക. ദറർ എന്ന് പറഞ്ഞാൽ രണ്ടിൽ ഒരു കാര്യമാണ്. ഇമ്മ അൻ യുഫവ്വിത അലാ ഗൈരിഹി മസ്ലഹ വമൻഫഅ. ഒന്നുകിൽ അത് നീ കാരണത്താൽ ഒരുവന് ലഭിക്കേണ്ട ഒരു ഉപകാരം അല്ലെങ്കിൽ ഒരു ഗുണം നീ കാരണത്താൽ ഒരുവന് നഷ്ടപ്പെടുക, അതിന് ദറർ എന്ന് പറയും, ഉപദ്രവം എന്ന് പറയും. അതൊന്ന്. അല്ലെങ്കിൽ ഔ അൻ യതസബ്ബബ ഫീ ഹുസൂലി മദറ അലാ ഗൈരി. നീ കാരണത്താൽ മറ്റൊരുവന് ഉപദ്രവം ഉണ്ടാകുക, അതിനും ദറർ എന്ന് പറയും. അപ്പൊ ദറർ എന്ന് പറഞ്ഞാൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഒന്നുകിൽ അവന് ലഭിക്കേണ്ട ഒരു ഗുണം നീ കാരണത്താൽ നഷ്ടപ്പെടുക, അതൊരു ദററാണ്. അല്ലെങ്കിൽ നീ കാരണത്താൽ അവനൊരു ഉപദ്രവം ഉണ്ടാകുക, എന്തെങ്കിലും ഒരു ഉപദ്രവം അവന്റെ മേലെ ഏൽക്കാൻ നീ കാരണമായി തീരുക, അതിനും ദറർ എന്ന് പറയും. വദ്ദററു യർജിഉ ഇലാ അഹദി അംറൈൻ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നിലേക്കാണ് ദറർ മടങ്ങുക. ഇമ്മാ അൻ യുഫവ്വിത അലാ ഗൈരിഹി മൻഫഅ കാനത് ഹാസില ലഹു ഫഹാദിൽ മൻഫഅ ദഹബത് വലം യൻതഫി ബിഹാ ബിസബബിഹി ഫഹാദാ യുഅ്തബറു മിന ദറർ. അതായത് അവന് കൃത്യമായി കൊണ്ട് ലഭിക്കേണ്ട ഒരു ഗുണം, ഒരു ഉപകാരം, അതിനെ നീ കാരണമായി കൊണ്ട് തടയപ്പെട്ടു, അങ്ങനെ അവന് ലഭിക്കേണ്ട ആ ഒരു ഗുണം അവന് നഷ്ടപ്പെട്ടു പോയി, ആ ഉപകാരം അവന് ലഭിക്കാതെ പോയി, അത് ദററായി കൊണ്ട് പരിഗണിക്കപ്പെടും. വഇമ്മ അൻ യതസബ്ബബ ഫീ ഹുസൂലി മദറത്തിൻ അലാ ഗൈരിഹി. അല്ലെങ്കിൽ മറ്റൊരുവന്റെ മേലെ നീ കാരണത്താൽ ഒരു അപകടമോ അല്ലെങ്കിൽ ഉപദ്രവമോ അവനെ ഏൽക്കേണ്ടി വരിക, അതിന് നീ കാരണമായി തീരുക, അതിനും ദറർ എന്ന് പറയും. വകുല്ലുൻ മൻഹിയുൻ. ഇത് രണ്ടും വിരോധിക്കപ്പെട്ടതാണ്. ഈ തരത്തിലുള്ള രണ്ട് ദററുകളും ഇസ്ലാം വിരോധിച്ചിട്ടുള്ളതാണ്. വലിഹാദാ ഹറമൽ ഇസ്ലാം അത്തദ്ലീസ് വൽഗിശ് വൽഖിയാന വൽഖദീഅ ഫിൽ മുആമലാത്ത്. അതുകൊണ്ടാണ് ഇസ്ലാം ഇടപാടുകളുടെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കൽ, ചതി, വഞ്ചന, കളവ് ഇതെല്ലാം വിരോധിച്ചിട്ടുള്ളത്. ഇടപാടുകളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചതിയും വഞ്ചനയും അതുപോലെ തന്നെ കളവും തെറ്റിദ്ധരിപ്പിക്കലുകളും അല്ലാഹു തആല വിരോധിച്ചത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. لأن هذه الصفات
الأخلاق الذميمة تكون سببا في إلحاق الضرر على الغير. കാരണം ഇതൊക്കെ ആക്ഷേപിക്കപ്പെട്ട സ്വഭാവത്തിന്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ആക്ഷേപിക്കപ്പെട്ട സ്വഭാവമാണ് അത് മറ്റൊരുവന് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ഇടപാടുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള മോശമായ രീതികളെല്ലാം എന്താണ് വിരോധിച്ചു. ചതി പാടില്ല, വഞ്ചന പാടില്ല, കളവ് പാടില്ല. കാരണം അത് മറ്റൊരുവന് എന്താണ് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. ഒരു സാധനം കച്ചവടം ചെയ്യാണ്, ഒരു വസ്തു കച്ചവടം ചെയ്യുമ്പോൾ ആ കച്ചവട വസ്തുവിൻ്റെ ന്യൂനതകൾ അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ച് കച്ചവടം ചെയ്ത് അത് കാരണത്താൽ മറ്റുള്ളവർക്ക് എന്താവും, അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവും. അത് ചതിയാണ്, വഞ്ചനയാണ്. അല്ലെങ്കിൽ ഒരു വസ്തുവിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കച്ചവടം ചെയ്യാം, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിനെ വിൽക്കുക, അല്ലെങ്കിൽ ചതിയിലൂടെ വഞ്ചനയിലൂടെ വിൽക്കുക. ഇങ്ങനെയുള്ള ഇടപാടുകൾ ഇസ്ലാം വിരോധിച്ചു. അതിന് നേരെ വിപരീതമായിക്കൊണ്ട് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് അൻ യകൂന സ്വാദിഖൻ അൽ ഇൻസാൻ ഫീ മുആമലതി, തന്റെ ഇടപാടിൽ ഒരുവൻ സത്യസന്ധനായിരിക്കണം. ഇതാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം ദർറിൽപ്പെട്ടതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തത്, മൻ ദറ ദറല്ലാഹു അലൈഹി, ആരെങ്കിലും ഒരുവനെ ദ്രോഹിച്ചാൽ അവൻ അല്ലാഹു തആല ദ്രോഹിക്കും. മൻ ദറ മുസ്ലിമൻ ദറല്ലാഹു, ആരെങ്കിലും ഒരു മുസ്ലിമിനെ ഉപദ്രവിച്ചാൽ അവൻ അല്ലാഹു തആല ഉപദ്രവിക്കും. ഈ ഇടപാടുകളിലും കച്ചവടത്തിലും ഒക്കെയുള്ള ഇത്തരത്തിലുള്ള ചതിയും വഞ്ചനയും ഒക്കെ ഈ പറയുന്ന ഉപദ്രവത്തിൽ വരും. അതേപോലെ തന്നെ ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള ഉപദ്രവത്തിൽപ്പെട്ടതാണ് ഭാര്യയെ ഉപദ്രവിക്കുക എന്നുള്ളത്. ഭാര്യക്ക് ഇടുക്കമുണ്ടാക്കുക, അവർക്ക് പ്രയാസമുണ്ടാക്കുക. അങ്ങനെ ഭാര്യ അവനോട് ഫിറാഖ് ആവശ്യപ്പെടും, അതായത് ത്വലാഖ് ആവശ്യപ്പെടും. വേർപിരിയാൻ വേണ്ടി അവൾ ആവശ്യപ്പെടുന്നത് വരെ ഭാര്യയ്ക്ക് പ്രയാസം ഉണ്ടാക്കിക്കൊണ്ട് അവളെ ഉപദ്രവിക്കുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ വിരോധിച്ചു. വലാ തുദാറുഹുന്ന ലിതുദയ്യിഖു അലൈഹിൻ, അതായത് അവർക്ക് ഞെരുക്കമുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ അവരെ ദ്രോഹിക്കരുത്. ഭാര്യമാർക്ക് ഞെരുക്കമുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ അവരെ ദ്രോഹിക്കരുത്. അതേപോലെ തന്നെ അല്ലാഹു തആല വിരോധിച്ച കാര്യമാണ് വലാ യുദാറ കാതിബുൻ വലാ ഷഹീദ്, വലാ യുദാറ കാതിബുൻ വലാ ഷഹീദ്. ഒരു ഇടപാടിന് സാക്ഷി നിൽക്കുന്ന ആളും അല്ലെങ്കിൽ എഴുത്തുകാരനായിട്ടുള്ള ആളും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. ഒരു ഇടപാടിന് സാക്ഷിയായി എന്നതിന്റെ പേരിൽ അയാൾ ഉപദ്രവിക്കാൻ പാടില്ല, ദ്രോഹിക്കാൻ പാടില്ല. അത് എഴുതി വെച്ചു എന്നതിന്റെ പേരിൽ ആ എഴുത്തുകാരനെ ദ്രോഹിക്കാൻ പാടില്ല. ഇതെല്ലാം ഇസ്ലാം വിരോധിച്ചതാണ്. വലാ യുദാറ കാതിബുൻ വലാ ഷഹീദ്. അതുപോലെ തന്നെ വമിന ദറർ കദാലിക് തർദീഉൽ മുസ്ലിം അൻ യുറവ്വിഅൽ മുസ്ലിം അഖാഹുൽ മുസ്ലിം ഫഇന്ന തർബിയ മദറ, അതായത് ഒരു മുസ്ലിമിനെ പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക. ഒരു മുസ്ലിമിനെ ഭയപ്പെടുത്തുക എന്നുള്ളത് അവനോട് ചെയ്യുന്ന ഉപദ്രവത്തിൽപ്പെട്ടതാണ്. അത് തമാശക്കാണെങ്കിൽ പോലും അത് ഹറാമാണ്. അൻ യുഖവ്വിഫൽ മുസ്ലിം അഖാഹുൽ മുസ്ലിം, ഒരു മുസ്ലിം തന്റെ സഹോദരനായ മുസ്ലിമിനെ ഭയപ്പെടുത്തുക എന്നുള്ളത് ഹറാമാണ്. അത് ഈ പറയുന്ന ഹദീസിന്റെ പരിധിയിൽ വരും. മൻ ദാറ മുസ്ലിമൻ ദാറഹുല്ലാഹ്. അത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്ന മനുഷ്യൻ ഭയപ്പെടുത്തുന്ന കാരണത്താൽ. അത് തമാശക്കാണെങ്കിൽ പോലും ചില ആളുകൾ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. പ്രത്യേകിച്ച് ആയുധങ്ങളെ കൊണ്ട് ഭയപ്പെടുത്തുക, കയ്യിൽ ആയുധങ്ങൾ വെച്ചുകൊണ്ട് ഒരു മുസ്ലിമെ ഭയപ്പെടുത്തുക. അത് തമാശക്കാണെങ്കിൽ പോലും അത് ഹറാമാണ്. അപ്പൊ അത് കാരണത്താൽ ചിലപ്പോ ഒരുവന്റെ നേരെ തോക്ക് ചൂണ്ടി അല്ലെങ്കിൽ കത്തി ചൂണ്ടി അത് ചിലപ്പോൾ കയ്യിൽ നിന്ന് പൊട്ടി ആൾക്ക് മരണം സംഭവിക്കും, ആൾ കൊല്ലപ്പെടും. പത്രത്തിലുള്ളതെല്ലാം ഇസ്ലാം വിരോധിച്ചു. അതും ഈ പറയുന്ന ഉപദ്രവത്തിൽപ്പെടും. ചിലപ്പോൾ അവന് ബോധം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഭയപ്പെട്ടത് കാരണത്താൽ അവന് ചിലപ്പോൾ ജിന്ന് ബാധ, ശൈത്താൻ ബാധ സംഭവിച്ചു. അങ്ങനെയുള്ള സംഭവങ്ങളും നടക്കുന്നുണ്ട്.
അതുപോലെ മറഞ്ഞു നിന്നുകൊണ്ട് ഒരാളെ പേടിപ്പിക്കുക, അതെല്ലാം ഇസ്ലാം വിരോധിച്ചതാണ്, തമാശക്കാണെങ്കിൽ പോലും. അതുപോലെ തന്നെ വഹാകദ തർബിയ ബിസ്സയ്യാറ, വണ്ടി കൊണ്ട് ഭയപ്പെടുത്തുക. അതായത് വണ്ടി ഒരാളുടെ നേരെ ഇടിക്കാൻ വരുന്ന മാതിരി കൊണ്ടുവന്നിട്ട് അയാളെ പേടിപ്പിക്കുക. അതും ഈ പറയുന്ന ഹറാമിന്റെ പരിധിയിൽ വരും. ചിലപ്പോൾ ആ സമയത്ത് ആൾക്ക് എന്ത് കിട്ടില്ല, വാഹനത്തിന് നിയന്ത്രണം കിട്ടില്ല, ബ്രേക്ക് നഷ്ടപ്പെടാം, അങ്ങനെ വാഹനം ഇടിച്ച ആൾ മരണപ്പെടാം. അപ്പം ഇതെല്ലാം ആ വ്യക്തിയോട് ചെയ്യുന്ന, മുസ്ലിമിനോട് ചെയ്യുന്ന ഉപദ്രവത്തിൽപ്പെട്ടതാണ്. ഇതെല്ലാം ദററാണ്. വഹാകദാ മിൻ സുവരി ദറർ വഇൽഹാഖു ദറർ ബിൽ ഗൈർ അസ്സുഖ്രിയ്യ വൽ ഇസ്തിഹ്സാ വൽ വഖിയ ഫി അറാദിഹി. അതേപോലെ മുസ്ലിമിനോട് ചെയ്യുന്ന ഉപദ്രവത്തിൽപ്പെട്ടതാണ് അവനെ പരിഹസിക്കുക, അവനെ കളിയാക്കുക, അവന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തുക. ഇതെല്ലാം അവനോട് ചെയ്യുന്ന ഉപദ്രവത്തിൽപ്പെട്ടതാണ്. കുല്ലു ദാലിക യദ്ഖുലു ഫീ ഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം മൻ ദാറ ദാറല്ലാഹു ബിഹി വമൻ ശാഖ ശാഖല്ലാഹു അലൈഹി. ഒരുവനെ പരിഹസിക്കലും അവനെ കളിയാക്കലും അവന്റെ അഭിമാനത്തെ മുറിവേൽപ്പിക്കുക എന്നുള്ളതെല്ലാം അവനോട് ചെയ്യുന്ന ഉപദ്രവത്തിൽപ്പെട്ടതാണ്. അപ്പൊ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത്, അങ്ങനെ ചെയ്യുന്നവൻ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദ്രവിക്കും. ഒരു മുസ്ലിമിനെ പ്രയാസപ്പെടുത്തവൻ അല്ലാഹു തആല പ്രയാസപ്പെടുത്തും. വഹാകദാ മൻ വുല്ലിയ അംറൻ മിൻ ഉമൂരിൽ മുസ്ലിമീൻ, അതേപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ട ഭരണാധികാരികൾ, ചുമതല ഏൽപ്പിക്കപ്പെട്ട ആളുകൾ, ഫശഖാൽ അന്നാസ്, എന്നിട്ട് ആ വ്യക്തി ജനങ്ങളുടെ മേലെ പ്രയാസമുണ്ടാക്കുന്നു, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ഫൈനഹു യദ്ഖുലു ഫീ ഹാദൽ വഈദ്, അവനും ഈ പറയുന്ന താക്കീദിന്റെ പരിധിയിൽ വരും. ബിഅൻ യകൂന മുതലാഇബൻ യൽഅബു മിൻ അജ്ലി അൻ യസ്തലിം ബഅദൽ അംവാൽ ഔ അൻ യുഹസ്സില ബഅദൽ അംവാൽ വഹുവ ബിദാലിക യുദ്ഖിലു അദ്ദറർ അലൽ ഗൈർ. എന്തെങ്കിലും സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും സമ്പത്ത് ഉടമപ്പെടുത്താൻ വേണ്ടിയിട്ടോ അവൻ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ, ചില കളികൾ, അതെല്ലാം ഈ പറയുന്ന ഉപദ്രവത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. മൻ ദാറ ദാറല്ലാഹു അലൈഹി വമൻ ശാഖ ശാഖല്ലാഹു അലൈഹി ഫഹാദാ വഈദുൻ ശദീദ്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള താക്കീതാണ്, കഠിനമായ താക്കീതാണ്. ബയ്യന ഫീഹി നബിയുനാ അലൈഹി സ്വലാത്തു വസ്സലാം അന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയ എന്താണ് എന്ന് രണ്ട് അസ്ലുകളല്ല. ഒന്ന് എന്താണ് അമല്, അതിനനുസരിച്ചാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവനുള്ള പ്രതിഫലം. ഖൈറാണെങ്കിൽ ഖൈറാണ് പ്രതിഫലം, ഷർറായിട്ടുള്ള അമലാണ് ഷർറാണ് പ്രതിഫലം. നസ്അലുല്ലാഹ ജല്ല വഅല യുവഫിഖന ജമീഅൻ ലിമാ യുഹിബ്ബുഹു വയർദാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.